ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, കാണിക്കാൻ പോകുന്നത് മഞ്ഞളിൻ്റെ പൂവാണ്. മഞ്ഞൾ, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ. ആ മഞ്ഞളിൻ്റെ ചെടി ഒട്ടുമിക്ക ആൾക്കാരും കണ്ടു കാണും. പക്ഷേ ആ മഞ്ഞളിൻ്റെ ചെടിയിൽ പൂ ഉണ്ടാവുക, പൂ വിരിയുക എന്നൊക്കെ പറഞ്ഞാൽ പലരും കണ്ടു കാണില്ല. എന്തായാലും ഈ കാണുന്നതാണ് മഞ്ഞളിൻ്റെ പൂ എന്ന് പറയുന്നത്. ഈ മഞ്ഞൾ ഞാൻ കഴിഞ്ഞ മെയ് മാസം നട്ടതാണ്. ഇപ്പോൾ ഒരു 5 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൽ പൂ വിരിഞ്ഞിട്ടുള്ളത്. ഈ മഞ്ഞളിൻ്റെ പൂവ് എന്ന് പറയുന്നത് ഇങ്ങനെ തട്ടായിട്ടുള്ള പൂവായിട്ടാണ് ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടുള്ളത്. അതിൻ്റെ മോൾ ഭാഗത്തെ ഇതളുകൾക്കൊക്കെ ഇങ്ങനെ വെള്ള നിറമാണുള്ളത്. അതിൻ്റെ താഴത്ത്, അതായത് ആദ്യം വിരിഞ്ഞ ഇതളുകളാണ് പിന്നീട് അത് ഒരു മഞ്ഞ നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പൂവിൻ്റെ ആദ്യം വിരിഞ്ഞ ഇതളുകളാണത്. നമ്മൾ ഈ മഞ്ഞളിൻ്റെ പൂ പറിച്ചിട്ട് മണത്ത് നോക്കുമ്പോൾ മഞ്ഞളിൻ്റെ നല്ല ഗന്ധമാണുള്ളത്. അതായത് ഇപ്പോൾ മഞ്ഞളിൻ്റെ ഇലയൊക്കെ നമ്മൾ മണത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും നല്ല പച്ചമഞ്ഞളിൻ്റെ നല്ല മണമാണ് അതിനുള്ളത്. ഈ മഞ്ഞൾ സാധാരണ നമ്മൾ നട്ട് ഒരു 9 മാസം കൊണ്ടാണ് വിളവെടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ മഞ്ഞൾ നട്ടിട്ട് ഏകദേശം ഒരു 5 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മഞ്ഞൾ വിളവെടുക്കാൻ ഏകദേശം ഒരു 3-3.5 മാസം കൂടി ഏകദേശം സമയം ഇനിയുമുണ്ട്. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ പൂവ് എത്ര നാൾ നിലനിൽക്കും, എത്ര നാളിങ്ങനെ നിൽക്കും എന്നുള്ളതാണ് പലരും ചോദിക്കുക. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മഞ്ഞളിൻ്റെ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഏകദേശം അത് വിളവെടുക്കുന്ന സമയമാവും. അപ്പോഴേക്കും ഈ മഞ്ഞളിൻ്റെ ഇലകളും ഇതൊക്കെ കരിഞ്ഞ് ഉണങ്ങിപ്പോവും. അപ്പോൾ അതിനോടൊപ്പം ഈ പൂവും അങ്ങനെ കരിഞ്ഞു പോവും. അപ്പോഴാണ് നമ്മൾ ആ മഞ്ഞൾ ഇങ്ങനെ വിളവെടുക്കുക. നമ്മളുടെ മഞ്ഞൾ പൂവിടുക എന്ന് പറയുന്നത് സാധാരണമായിട്ട് ഉണ്ടാവുന്നതാണ്. നടുന്ന എല്ലാ മഞ്ഞളിൻ്റെയും അങ്ങനെ പൂവിട്ട് കാണാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ മഞ്ഞൾ കൃഷി ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല എല്ലാ ആൾക്കാരും. അതുകൊണ്ട് തന്നെ പലരും ഈ മഞ്ഞളിൻ്റെ പൂ കണ്ടു കാണില്ല. അപ്പോൾ അവരെ ഒന്ന് കാണിക്കുക, അവരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ മഞ്ഞളിൻ്റെ പൂവ് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുൻപൊരു വർഷം ഇതുപോലെ മഞ്ഞൾ നട്ടപ്പോൾ ഈ മഞ്ഞളിൻ്റെ ഈ വെള്ള ഇതളിൽ നല്ല വയലറ്റ് നിറത്തിലുള്ള ഒരു പൂവ് ഒരിക്കലും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഈ പൂവ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇതളിൻ്റെ തെറ്റ് ഭാഗത്ത്, ഏറ്റവും അറ്റഭാഗത്തൊരു വയലറ്റ് രാശി നിങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മഞ്ഞൾപ്പൂവിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.